എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കസ്റ്റഡിയിലുള്ള അരവിന്ദ് കെജ്രിവാളിന് എന്ന് പുറത്തിറങ്ങാനാകും? PMLA നിയമം പരിശോധിച്ചാൽ അതത്ര എളുപ്പമല്ല. ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് കെജ്രിവാൾ അറസ്റ്റിലായിരിക്കുന്നത് 2002 കൊണ്ടുവന്ന പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് നിയമപ്രകാരമാണ്. 2022 മെയ് മാസത്തിൽ അറസ്റ്റിലായ ആം ആദ്മി പാർട്ടി നേതാവും ഡൽഹിയിലെ ആരോഗ്യമന്ത്രിയുമായിരുന്ന സത്യേന്ദ്ര ജെയിൻ ഇപ്പോഴും ജയിലിലാണ്. കെജ്രിവാളിന്റെ വലം കൈയായ ദില്ലി ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദിയ 2023 ഫെബ്രുവരിയിൽ അറസ്റ്റിലായതാണ്. 1 വർഷമായി ജയിലിൽ. സുപ്രീം കോടതിയും ജാമ്യം നിഷേധിച്ചു. പിന്നാലെ ആം ആദ്മി പാർട്ടി നേതാവും MP-യുമായ സഞ്ജയ് സിംഗ്. ഇപ്പോൾ അരവിന്ദ് കെജ്രിവാൾ. മറ്റു പാർട്ടികളുടെ നേതാക്കളുടെ കണക്കെടുത്താൽ മുൻ ജാർഖണ്ഡ് മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ഉൾപ്പെടെ നിരവധി പേർ. 2002 വാജ്പേയി സർക്കാരിന്റെ കാലത്താണ് PMLA നിയമം കൊണ്ടുവരുന്നത്. 2012 അന്നത്തെ UPA സർക്കാർ വലിയ അഴിമതി ആരോപണം നേരിട്ട കാലത്ത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ഈ നിയമത്തിന്റെ സാധുതകൾ വിപുലപ്പെടുത്തി. പക്ഷേ നിയമം ശക്തമായി നടപ്പാക്കി തുടങ്ങിയത് നരേന്ദ്രമോദി അധികാരത്തിൽ എത്തിയ ശേഷമായിരുന്നു. ഈ നിയമം പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെ ഉപയോഗിക്കാനുള്ള നല്ലൊരു ആയുധമാണെന്ന് മോദി സർക്കാരിന് വ്യക്തമായി അറിയാമായിരുന്നു. 2018 നിയമത്തിലെ 45-ാം വകുപ്പിൽ കൊണ്ടുവന്ന മാറ്റത്തോടെ നിയമം അക്ഷരാർത്ഥത്തിൽ ഒരു ഗുണാക്കേവ് പോലെയായി. ഉള്ളിൽ വീണാൽ പുറത്തു കടക്കുക അത്ര എളുപ്പമല്ല. അരവിന്ദ് കെജ്രിവാൾ മറ്റു പല നേതാക്കളെയും പോലെ ഇപ്പോൾ ഈ നിയമത്തിൽ കുരുങ്ങിയിരിക്കുകയാണ്. ജാമ്യം കിട്ടണമെങ്കിൽ തനിക്കെതിരെ തെളിവില്ലെന്ന് അരവിന്ദ് കെജ്രിവാൾ കോടതിയെ ബോധ്യപ്പെടുത്തണം. കേസിലെ മറ്റ് തെളിവുകൾ കെജ്രിവാൾ നശിപ്പിക്കില്ലെന്ന് കോടതിക്ക് ബോധ്യപ്പെടണം. മൂന്നാമത്തെ സാധ്യത ഗുരുതരമായ ആരോഗ്യ പ്രശ്നം കണക്കിലെടുത്ത് കിട്ടുന്ന ഇളവാണ്. ഇതിനൊക്കെ EDയുടെ അനുമതി വേണം. കെജ്രിവാൾ ഇനി എത്ര കാലം ജയിലിൽ കിടക്കണമെന്ന് കേന്ദ്ര സർക്കാരും EDയും തീരുമാനിക്കും. ഏറ്റവും പുതിയ കണക്ക് പ്രകാരം 2002 ശേഷം ഇതുവരെ 4700-ലധികം PMLA കേസുകളാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രജിസ്റ്റർ ചെയ്തത്. ഇതിൽ അറസ്റ്റിലായവർ 313 പേരെയുള്ളൂ. ഇനി ഇത്രയും കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ട് ആകെ എത്ര പേരെ ശിക്ഷിച്ചു എന്ന് ചോദിച്ചാൽ 22 വർഷത്തിൽ ആകെ 23 പേരെ മാത്രം. എന്നുവെച്ചാൽ ഇത്തരം കേസുകൾ രജിസ്റ്റർ ചെയ്യും, ആളുകളെ അറസ്റ്റ് ചെയ്യും, അവർ ജയിലിൽ കിടക്കും. വിചാരണയും ശിക്ഷ വിധിക്കലും ഒന്നും അടുത്ത കാലത്തൊന്നും ഉണ്ടാകില്ല. നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ ശേഷമാണ് PMLA നിയമപ്രകാരം ഏറ്റവും അധികം കേസുകൾ രജിസ്റ്റർ ചെയ്തത്. അതിൽ ഭൂരിഭാഗവും പ്രതിപക്ഷ പാർട്ടികളിലെ നേതാക്കന്മാർക്കെതിരെ, ഏകദേശം 95%. കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന് നിയമപരമായി തെളിയിക്കുക അത്ര എളുപ്പമല്ല. അതുകൊണ്ട് തന്നെ കെജ്രിവാളിന്റെ കസ്റ്റഡിവാസവും ജയിൽവാസവും നീണ്ടുപോകാൻ തന്നെയാണ് സാധ്യത. അത്രയും കാലം ജയിലിൽ മുഖ്യമന്ത്രിയായി തുടരാൻ കെജ്രിവാളിന് സാധിക്കുമോ എന്നതും കാത്തിരുന്നു കാണണം.